അല്ല, ഇന്ന് സാറിന്റെ ഗുമസ്തനെ കണ്ടില്ലല്ലോ. അവൻ ചത്തു. എന്റെ കർത്താവേ, മുട്ടനാടുകൾക്കിടയിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ. നിങ്ങൾ ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേക്ക്. ഒത്തുതീർപ്പാണ് നല്ലത്. താനൊരു പുല്ലും പറയണ്ട. ഒത്തുതീർപ്പിനായിരുന്നെങ്കിൽ ഇങ്ങോട്ട് എന്നാണോ? ഞങ്ങളുടെ പഞ്ചായത്ത് ബസ്സിനെ കണ്ടാൽ മതിയായിരുന്നല്ലോ. എന്റെ സിസ്റ്ററെ, എനർജി വേസ്റ്റ് ചെയ്യരുതേ. അനന്തം വക്കീൽ ഒരു സമാധാന പ്രിയനാണ്. സമാധാനത്തിന്റെ 3 വെള്ളരി പ്രാവുകളാണ് അദ്ദേഹം വീട്ടിൽ വളർത്തുന്നത്. പിന്നെ ഞാൻ ഒരെണ്ണം ചത്തു. അതിന് ഞാനെന്ത് വേണം? ഇയാളെ തള്ളെ അകത്താക്കാതെ എനിക്ക് ഉറക്കം വരില്ല. അത്രയ്ക്ക് അനുഭവിച്ചു ഞാൻ. എന്തനുഭവിച്ചെന്നാ? അനുഭവിച്ചത് മുഴുവൻ ഞാനാ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ എനിക്ക് സമാധാനം തന്നിട്ടില്ല. സമാധാനം തന്നിട്ടില്ല എന്ന്. ഭർത്താവിനെ അകത്താക്കിയാലേ അടങ്ങുള്ളൂ. എന്ത് നല്ല ഭാര്യ. സിസ്റ്ററെ, ഇത്രയും കാലം ഈ താടയോടൊപ്പം ജീവിച്ച താങ്കൾക്ക് പരമവീര ചക്രം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കതിന് വകുപ്പില്ല. പരമചക്രമല്ല, മരണചക്രം തനിക്ക് ഞാൻ തരാൻ പോണം. എന്തോടോ? അനന്തം വരുന്നതിന് മുമ്പ് ഇവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഞാൻ ശ്രമിച്ചതാ. ഇവരെന്നെ ഇപ്പൊ തീർത്താന്. അനന്തനല്ല, ഐക്യരാഷ്ട്ര സംഘടന വിചാരിച്ചാലും ഇവരുടെ പ്രശ്നം തീരില്ല. ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഒന്ന് നിർത്തുമ്പോ മറ്റോ തുടങ്ങും. എന്ത് വെടി വെടി വെടിയല്ല, തനിക്ക് അടിയ തരേണ്ടത്. ഉറുമീസേ, താൻ വക്കീലല്ല, എന്റെ വെറും ഗുമസ്തന. അയ്യോ സോറി സർ. ഇതെന്താ കാളച്ചന്തി എന്ന് വിചാരിച്ചോ? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തുതീർപ്പിനെ വിളിപ്പിച്ചത്. എനിക്ക് കോടതിയിൽ നിന്ന് തന്നെ വിധി കിട്ടണം. അതിനൊരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. 9 വർഷം? കോടതിക്ക് നിങ്ങളുടെ മാത്രമല്ല, വേറെ ഉണ്ട് ഒരുപാട് കേസുകൾ. പ്രതിഭാഗം വക്കീൽ ഹാജരാകുമ്പോ വാദിഭാഗം വക്കീൽ അവധിക്ക് അപേക്ഷിക്കും. അങ്ങനെ നിങ്ങളുടെ കേസ് നീട്ടിവെച്ച് നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി കിട്ടാൻ ഏകദേശം ഒരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇതിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ കോടതി കയറി ഇറങ്ങണം? ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒത്തൊരുമിച്ച് ജീവിക്കണോ അല്ല അടിച്ച് പിരിയണോ എന്നല്ലേ ഉറൂ. അതെ, സിസ്റ്റർ. അയ്യോ ബ്രദറെ, കോടതി കയറി ഇറങ്ങുമ്പോഴറിയാം അതിന്റെ ഏനക്കേട്. പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാ എത്ര തന്റെയാണെങ്കിലും തൊലി ഉരിഞ്ഞു പോവും. പരപുരുഷ ബന്ധം, അവിഹിത ഗർഭം, അനാശാസ്യ നടപടി, പീഡനം, ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ ഇക്കാലത്ത് യാതൊരു പ്രയാസവും. ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി വാദി ചിലപ്പോ പ്രതിയായെന്നിരിക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കും ഒത്തുതീർപ്പ് വേണോ അതോ തമ്മി തല്ലി പിരിയണോ എന്ന്. അനന്ത, സത്യത്തിൽ അനന്തനെ സമ്മതിച്ചെന്നിരിക്കും. തമ്മി തല്ലി പിരിയാൻ വന്നവരിപ്പതേ ഇണക്കുരുവികളെ പോലായി. അനന്തന്റെ ഗുമസ്തനാകാൻ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് അപമാനമുണ്ട്, അല്ല അഭിമാനമുണ്ട്. ഇണക്കുരുവികൾ പറന്നു പോകുന്നതിന് മുമ്പ് അണ്ണം പോയി വേഗം ഫീസ് കളക്ട് ചെയ്യേ.